കടമറ്റത്ത് കത്തനാർ ഭാഗം 11. തൻ്റെ കുടിയാന്മാരോടും മറ്റുള്ളവരോടും അനുകമ്പയോ ദാക്ഷിണ്യമോ കാട്ടുവാൻ കൂട്ടാക്കാത്ത പിടിവാശിക്കാരനായ ഒരു ഭൂവുടമയായിരുന്നു കുഴിവേലിൽ കിട്ടുണ്ണിക്കൈമൾ. തൻ്റെ പുരയിടങ്ങളിലും കൃഷിയിടങ്ങളിലും പണിയെടുത്തിരുന്ന തൊഴിലാളികൾക്ക് ന്യായമായ കൂലിയോ വയറു നിറയെ ഭക്ഷണമോ അയാൾ കൊടുത്തിരുന്നില്ല. അവരെ കൊണ്ട് പകലന്തിയോളം പണിയെടുപ്പിക്കുമായിരുന്ന അയാൾ കൂടുതൽ കൂലി ചോദിക്കുന്നവരെ മുഷ്കന്മാരായ തൻ്റെ അടിയാളന്മാരെ കൊണ്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. സ്ഥാനമാനങ്ങളിൽ അമിതമായ മോഹം വെച്ചു പുലർത്തിയിരുന്ന അയാൾ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളുടെയും സ്ഥാപനങ്ങളായ സ്ഥാപനങ്ങളുടെയുമെല്ലാം രക്ഷാധികാരിയും സർവാധികാരിയുമായിരുന്നു. ദൈവസ്വത്തുക്കളും പൊതുമുതലുകളും കൈയിട്ട് വാരി സ്വന്തം ഖജനാവ് നിറയ്ക്കുന്ന കാര്യത്തിൽ അയാൾക്ക് യാതൊരു മടിയും ഇല്ലായിരുന്നു. എച്ചിൽ കൈ നീട്ടി കാക്കയെപ്പോലും ഓടിക്കുകയില്ലെന്ന് പറയുന്നത് പോലെ ഒരു വറ്റുപോലും അയാൾ പാഴാക്കിക്കളയുമായിരുന്നില്ല. മനുഷ്യത്വരഹിതമായ അയാളുടെ ഈ സ്വഭാവം കാരണം കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും അയാളോട് വെറുപ്പായിരുന്നു. നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നതിനാൽ അയാളോട് വഴക്ക് കൂടുവാനോ ശക്തി പരീക്ഷണം നടത്തുവാനോ ആരും തുനിഞ്ഞിരുന്നില്ല. ആ നാട്ടിലെ ഭൂരിഭാഗം ജനങ്ങളും അർദ്ധപട്ടിണിക്കാരും മുഴുപട്ടിണിക്കാരുമായിരുന്നു. എന്നെന്നും അവരുടെ അവസ്ഥ അപ്രകാരം തന്നെ ആയിരിക്കണമെന്നുള്ള ചിന്താഗതിക്കാരനായിരുന്നു കിട്ടുണ്ണിക്കൈമൾ. കാരണം അവരുടെ പട്ടിണിയും പങ്കപ്പാടുകളും മാറിയാൽ പിന്നെ അവർ തന്നെ അനുസരിക്കുകയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. പതിവ് പോലെ അന്നും അയാളുടെ പുരയിടത്തിലെ തേങ്ങായിടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തണലുള്ള ഒരു ഭാഗത്ത് ചാരു കസേരയിൽ കിടന്ന് താമ്പൂലവും ചവച്ച് രസിച്ചുകൊണ്ട് കിട്ടുണ്ണിക്കൈമൾ അതിൻ്റെ എല്ലാം കണക്കുകൾ നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഭവ്യതയോടെ അയാളുടെ അടുത്തേക്കെത്തിയ കാര്യസ്ഥൻ കുഞ്ഞിക്കണ്ണൻ നായർ പറഞ്ഞത്: കൈമളങ്ങുന്നേ, 3-4 പുരയിടങ്ങളിലെ തേങ്ങയുടെ എണ്ണത്തിൽ സാരമായ കുറവ് വന്നിട്ടുണ്ട്. എന്തേ കായ്ഫലം കുറഞ്ഞു പോയത്? വിളവ് കുറഞ്ഞതുകൊണ്ടുണ്ടായ കുറവല്ല, പിന്നെ ഉതിർന്നു വീണതും ഇട്ടെടുത്തതുമായ തേങ്ങകൾ വിറ്റ് അവിടെ താമസിക്കുന്ന അടിയാളർ തങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓഹോ, കൈമളുടെ വകയെടുത്ത് അവന്മാർ തങ്ങളുടെ കുടുംബ ചെലവുകൾ നടത്തിയിരിക്കുന്നു. എന്നിട്ട് താൻ അവരോടൊന്നും ചോദിച്ചില്ലേ? ഉവ്, കുഞ്ഞിൻ്റെ കുഞ്ഞിന് നടപ്പുദീനമായിരുന്നു. ദാസന്റെ പെണ്ണിന് പേറുകാലവും പിന്നെ വാസുവിൻ്റെ അമ്മ ചാകുവയും കുമാരൻ്റെ മോളുടെ കല്യാണവുമായിരുന്നെന്നാ അവന്മാർ പറഞ്ഞത്. കല്യാണം, പ്രസവം, മരണം ഇവറ്റകൾക്ക് ഇതൊക്കെയൊന്ന് നിർത്തിക്കൂടെ? കഞ്ഞിക്ക് വകയില്ലേലും ചെലവിനൊന്നും ഒരു കുറവുമില്ല. വിളിക്കടോ അവന്മാരെ, നല്ല 4 പിട കൊടുത്തില്ലേല് ഇവന്മാരെ തലേ കയറിയിരുന്ന് നിരങ്ങിക്കളയും. കോപമൊത്ത കൈമൾ കാര്യസ്ഥനോട് കൽപ്പിച്ചു. അയാളുടെ മുമ്പിലെത്തിയ കുടിയാന്മാർ കൈകെട്ടി വായും പൊത്തി നിന്നു. എന്തുവാടോ നിന്റെയൊക്കെ ഉദ്ദേശം? കണ്ടും കാണാതെയും കട്ടുമുടിച്ച് ഈ കുഴുവേലിക്കൈമളെ കൊണ്ട് കുത്തുപാള എടുപ്പിച്ച് പെരുവഴിയിൽ ഇറക്കണമെന്നാണോ? അയ്യോ തമ്പ്ര, ഒരു ഗതിയും ഇല്ലാഞ്ഞിട്ടാണേ. കണ്ടോന്റെ മുതൽ കട്ടെടുത്തതോ? അതിന് എന്തു പിഴ വേണേലും അടച്ചോളാമേ. മതി മതി, ഇനിയും നിങ്ങളെ ഇങ്ങനെ വിട്ടാൽ ഈ കൈമളുടെ കുടി നിങ്ങൾ കുളം തോണ്ടിക്കളയും. കണ്ടാൽ അറിയാത്ത നിങ്ങൾ കൊണ്ടാലേ അറിയത്തുള്ളൂ. ആരെവിടെ? കൈമൾ തൻ്റെ അടയാളന്മാരെ വിളിച്ചു. തമ്പ്ര, 3-4 മല്ലന്മാർ കൈമളുടെ മുമ്പിൽ വന്ന് കുമ്പിട്ട് നിന്നു. ഇവന്മാരെ തെങ്ങിൽ പിടിച്ചു കെട്ടി പഴുക്കാച്ചൂരൽ കൊണ്ട് നല്ല പിട വെച്ചു കൊടുക്ക്. കുടിയാന്മാരുടെ കൈകൾ തെങ്ങിൽ പിണച്ചു വെച്ച് കയർ കൊണ്ട് കെട്ടപ്പെട്ടു. അയ്യോ അരുതേ തമ്പ്ര, കുടിയാന്മാർ കേണപേക്ഷിച്ചു. അവരുടെ കരച്ചിൽ കേട്ടൊന്നും കൈമളുടെ മനസ്സലിഞ്ഞില്ല. കൈകളിൽ ചൂരൽ വടികളുമായി കൈമളുടെ മല്ലന്മാർ ഒരുങ്ങി നിന്നു. അയ്യോ അടിക്കല്ലേ തമ്പ്ര, ഞങ്ങളെ കൊല്ലല്ലേ! കുടിയാന്മാർ ദീനം ദീനം വിലപിച്ചു. നിർത്തൂ, ആ പാവങ്ങളെ ഉപദ്രവിക്കരുത്. ദൈവകൽപ്പന പോലെ മുഴങ്ങിക്കേട്ട ആ ഭാഗത്തേക്ക് കൈമളും മറ്റുള്ളവരും തിരിഞ്ഞു നോക്കി. അവിടെ ദൈവദൂതൻ എന്നതുപോലെ ഒരു വൈദികൻ നിൽക്കുന്നു. ആരാണ് നിങ്ങൾ? കൈമൾ കയർത്തു. എടോ കൈമളെ, ക്ഷോഭം ഒന്നിനും പരിഹാരമാവുകയില്ല. എന്നെ ഉപദേശിക്കുവാൻ വന്നിരിക്കുന്ന താൻ ആരാണ്? ഈ വേഷം കണ്ടാൽ അറിഞ്ഞുകൂടെ ഞാനൊരു പാവം വൈദികനാണെന്ന്? ചിലരൊക്കെ കടമറ്റത്ത് അച്ഛനെന്നും മറ്റു ചിലർ കടമറ്റത്ത് കത്തനാരെന്നും വിളിക്കാറുണ്ട്. കടമറ്റത്ത് കത്തനാർ, കടമറ്റത്ത് അച്ഛൻ?
അവിടെ കൂടി നിന്നിരുന്നവർ ആശ്ചര്യത്തോടെ പരസ്പരം പറഞ്ഞു, ഓഹോ, താനാണോ ആ സൂത്രക്കാരൻ കത്തനാര്? കൈമൾ പരിഹാസത്തോടെ ചോദിച്ചു. സൂത്രക്കാരനായ കുറുക്കൻ പൊന്തക്കാട്ടിൽ പതിയിരുന്നുകൊണ്ട് പാവം മുയലിനെ തന്ത്രപരമായി പിടികൂടുന്നു. അതുപോലെ തന്ത്രശാലിയായ കൈമൾ പാവങ്ങളായ കുടിയാന്മാരെ പേടിപ്പിച്ചും വഞ്ചിച്ചും സ്വന്തം പള്ള നിറയ്ക്കുന്നു. ശരിയല്ലേ കൈമളങ്ങുന്നേ? കത്തനാരച്ചൻ്റെ അർത്ഥവത്തായ ഫലിതം കേട്ട് അവിടെ കൂടി നിന്നിരുന്നവർ ചിരിച്ചു. ഛീ, നിർത്തടോ, മാന്യന്മാരെ പരിഹസിക്കുന്നോ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാനാണ് തന്നോട് പറഞ്ഞത്. പോയില്ലെങ്കിലോ? അച്ഛൻ ചോദിച്ചു. ചൂരൽ കഷായം താനും കുടിക്കേണ്ടി വരും. കൈമൾക്ക് കലി കയറി. അത് വേണോ കൈമളെ? താൻ അത് ചോദിച്ചു വാങ്ങുന്ന ലക്ഷണമാണ് കാണുന്നത്. എടോ കൈമളെ, താൻ എന്നോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഞാനും പറയുകയാണ്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് തനിക്ക് നല്ലത്. എന്ത്, ഞാൻ പോകണമെന്നോ? ഈ കാണുന്നതെല്ലാം എൻ്റെ വക പുരീടങ്ങളാണ്. ഏത് വകയിലാണെന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. പരമ്പരാഗതമായി എൻ്റെ കാരണവന്മാർ സമ്പാദിച്ചിട്ടുള്ള വസ്തുവകകളാണിവ. എന്നിട്ട് തൻ്റെ കാരണവന്മാരോ താനോ ഈ വസ്തുവകകളിൽ കൊത്തുകയോ കിളയ്ക്കുകയോ വളമിടുകയോ വെള്ളം നനയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ എന്തിനു പണിയെടുക്കണം? അതിനല്ലേ ഞങ്ങൾ ഈ കുടിയന്മാരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്യൻ്റെ അധ്വാന ഫലം അനുഭവിക്കേണ്ടവർ ഭൂവുടമകളാണെന്ന് സാരം. ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ, ഈ തത്വം ഏത് പുസ്തകത്തിലാണ് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളത്? അത് കൈമൾ വിഷമിച്ചു. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമാണ് കടമറ്റത്തച്ഛൻ ചോദിച്ചിരിക്കുന്നത്. എന്നാൽ കേട്ടോളൂ, പണിയെടുക്കുന്നവനാണ് അതിൻ്റെ ആദായവും അനുഭവിക്കേണ്ടത്. എടോ ഉണക്ക കത്തനാരെ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൈമൾ പറഞ്ഞു. അപ്പോൾ തനിക്ക് തോന്നുന്ന പോലെയെല്ലാം ചെയ്യാം. മറ്റാരും അതിനെ ചോദ്യം ചെയ്യാനും പാടില്ല. ഇത് എവിടുത്തെ കാടൻ നിയമമാടോ കൈമളെ? എടോ നസ്രാണി, താൻ എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്, കൈമൾ ഗർജിച്ചു. ജാതിപ്പേര് ചൊല്ലി മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത് പോലെയാണ്. കടമറ്റത്തച്ഛനും വിട്ടുകൊടുത്തില്ല. നന്ദി കെട്ടവരെ, നോക്കി നിൽക്കുന്നോ? ആ തെങ്ങേൽ പിടിച്ചു കെട്ടിയിട്ട് അടിക്കടാ ഈ ധിക്കാരിയായ കത്തനാരെ, കൈമൾ അലറി വിളിച്ചു. അതിനുള്ള കയറ് ഇനിയും പിരിച്ചെടുത്ത് കാണുകയില്ലല്ലോ കൈമളെ. നോക്കി നിൽക്കാതെ പിടിച്ചു കെട്ടിനിടാ ഇയാളെ. കൈമളോടുള്ള പേടി കൊണ്ടും കടമറ്റത്തച്ഛനോടുള്ള ബഹുമാനം കൊണ്ടും മല്ലന്മാർക്ക് ഒന്നും ചെയ്യുവാൻ വയ്യാതായി. എങ്കിലും അവർ മടിച്ച് കയറുമായി കടമറ്റത്തച്ഛനെ സമീപിച്ചു. കെട്ടിക്കോളൂ, കയ്യും നീട്ടി നിന്നുകൊണ്ട് കത്തനാരച്ചൻ പറഞ്ഞു. അടുത്ത നിമിഷത്തിൽ കെട്ടുകൾ വീണു കഴിഞ്ഞിരുന്നു. എന്നാൽ അത് കടമറ്റത്ത് കത്തനാരുടെ കൈകളിലായിരുന്നില്ല. കൈമളുടെ മല്ലന്മാരുടെ കൈകളാണ് കയറിനാൽ ബന്ധിക്കപ്പെട്ടിരുന്നത്. ഇതെന്തൊരു മറിമായം! കയറുമായി ചെന്നവരുടെ കൈകളിൽ കെട്ടുവീണു മുറുകിയെന്നോ? കൺകെട്ട് വിദ്യ കാട്ടി കൈമളെ കബളിപ്പിക്കാൻ നോക്കുന്നോടാ കാവാലി കത്തനാരെ. തൻ്റെ പുറം ഞാൻ തല്ലി പൊളിക്കുന്നുണ്ട്. ചൂരൽ വടിയും എടുത്തുകൊണ്ട് കടമറ്റത്തച്ഛന് നേരെ കലി തുള്ളിച്ചെന്ന കൈമൾ ആ വടി അച്ഛന് നേരെ ഓങ്ങി. അടുത്ത ക്ഷണത്തിൽ മുതുകിൽ ശക്തമായ പ്രഹരമേറ്റ കൈമൾ മലർന്നടിച്ച് നിലത്തു വീണു. ആ കാഴ്ച കണ്ട് അവിടെ കൂടി നിന്നിരുന്നവരെല്ലാം പരിസരം മറന്ന് ചിരിച്ചുപോയി. നന്ദി കെട്ടവന്മാരെ, എൻ്റെ എച്ചിൽ ചോർത്ത് ഇന്ന് ജീവിക്കുന്ന തെരുവ് നായ്ക്കളെ, ഞാൻ വീണത് കണ്ട് പൊട്ടിച്ചിരിക്കുന്നോ? ഒരുത്തനെയും ഞാൻ ജീവനോടെ വിടില്ല. കുപിതനായ കൈമൾ ചാരു കസേരയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ നേർക്ക് പാഞ്ഞു ചെന്നു. ബൗ ബൗ ബൗ! 4 കാലും വാലുമുള്ള നായയായി പെട്ടെന്ന് തന്നെ കൈമൾ രൂപം മാറി. കടമറ്റത്തച്ഛൻ്റെ കാൽച്ചുവട്ടിൽ നിന്നുകൊണ്ട് നായയായി രൂപം പ്രാപിച്ച കൈമൾ ആകാശത്തേക്ക് നോക്കി വാലാട്ടി കുരച്ചു. കണ്ടില്ലേ, കൈമൾ അദ്ദേഹത്തിൻ്റെ കുരയുടെ ധ്വനിയിൽ പോലും അധികാരഭാവം മുഴങ്ങി കേൾക്കുന്നത്. കടമറ്റത്ത് കത്തനാർ പരിഹാസസ്വരത്തിൽ പറഞ്ഞു. നായയായ മാറിയ കൈമളുടെ ശബ്ദം പോലും നഷ്ടമായി കഴിഞ്ഞിരുന്നു. അച്ഛൻ്റെ മുഖത്തേക്ക് പരിതാപകരമായി നോക്കിക്കൊണ്ട് തൻ്റെ അഹങ്കാരമെല്ലാം അസ്തമിച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ ആ നായ കണ്ണുനീർ വാർത്തു. കൈമളെ, അഹങ്കാരം ആർക്കും ഭൂഷണമല്ല. എളിമയുള്ളിടത്തെ പെരുമയുണ്ടാവൂ. ദൈവകൃപ കൊണ്ട് ഭൂമിയിൽ മനുഷ്യരായി പിറന്നിട്ടുള്ളവരെല്ലാം സഹോദരങ്ങളെ പോലെയാണ്. നശ്വരമായ മനുഷ്യജീവിതത്തിൽ ശാശ്വതമായി നിലകൊള്ളുന്നത് അവനവൻ്റെ സത്പ്രവർത്തികൾ മാത്രമാണ്.
കടമറ്റത്ത് കത്തനാരുടെ സതുപദേശങ്ങൾ വിനീതഭാവത്തോടെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന ആ നായ കണ്ണുനീർ ഉതിർത്തുകൊണ്ട് അച്ഛനെ പ്രദക്ഷിണം ചെയ്തു. അരുത് കൈമളെ, മനുഷ്യനെ മനുഷ്യൻ ദൈവമായി ഭാവിക്കേണ്ട കാര്യമില്ല. പരസ്പരം ആത്മബന്ധം പുലർത്തുകയാണ് വേണ്ടത്. ഒഴുകുന്ന കണ്ണുനീര് വീണ് ചെയ്തുപോയ പാപങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്നു. എഴുന്നേൽക്കൂ. പരസ്പര സ്നേഹത്തിൻ്റെ മാഹാത്മ്യം എന്തെന്നും ത്യാഗത്തിൽ കൂടി നേടിയെടുക്കുവാൻ കഴിയുന്ന ആത്മസുഖം എന്തെന്നും അനുഭവത്തിൽ കൂടി ആസ്വദിച്ചറിയൂ. പുനർജനിച്ച കൈമൾ ഒരു പുതിയ മനുഷ്യനായി മാറിയിരുന്നു. അയാളുടെ കണ്ണുകളിൽ സഹജീവികളോടുള്ള കാരുണ്യം നിറഞ്ഞു നിന്നു. അച്ചോ, അഹങ്കാരിയായ ഈ മൂടൻ അറിയാതെ ചെയ്തു പോയ പാപങ്ങൾ പൊറുത്തരുളിയാലും പൊറുക്കേണ്ടത് ദൈവം തമ്പുരാനാണ്. സ്നേഹമുള്ള മനസ്സുകളിൽ വാഴുന്ന ദൈവം സകല ജീവജാലങ്ങളെയും സമഭാവത്തോടെ വീക്ഷിക്കുന്നവനാണ്. അച്ചോ, ഇനിയൊരിക്കലും ഞാൻ തെറ്റു ചെയ്യുകയില്ല. നാട്ടുകാരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. എനിക്കുള്ളതെല്ലാം എല്ലാവരുടെയും കൂടിയാണ്. കടമറ്റത്തച്ഛന് സന്തോഷമായി. നാട്ടുകാരോടും കൈമളോടും യാത്ര പറഞ്ഞ് അദ്ദേഹം നടന്നകന്നു.